നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസിന് പകരം ഹെലികോപ്റ്റർ ഉപയോഗിക്കുവാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ബാർക്കോഴ കേസ് അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഹരിവരാസനം അവാർഡ് SP ബാലസുബ്രഹ്മണ്യത്തിന് അവാർഡ് ദാനം മന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. റാന്നി ഇട്ടിപ്പാറയിലെ BRCയുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു. ഇതുമൂലം ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളുടെ പഠനം അവതാളത്തിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസിന് പകരം ഹെലികോപ്റ്റർ ഉപയോഗിക്കുവാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തും. ആംബുലൻസിന്റെ വേഗപരിധിയിൽ DGPയും ഗതാഗത കമ്മീഷണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നും ആംബുലൻസുകൾക്ക് ഗതാഗത നിയമങ്ങൾ ബാധകമാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ബാർക്കോഴ കേസ് അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാത്തത് കേസ് അട്ടിമറിക്കാനാണെന്നും കോടിയേരി പറഞ്ഞു. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനെ കൃത്യമായി പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നില്ല. അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ. അഴിമതിയുടെ തുടർക്കഥയാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്ത പോരാട്ടങ്ങൾ കേരളത്തിൽ നടന്നു. അരുവിക്കരയിലേത് രാഷ്ട്രീയ പോരാട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റാന്നിയിലെ വാഹന ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾ കർശനമാക്കുമെന്നും ഇതിന് അടിയന്തരമായി റാന്നി ട്രാഫിക് പാക്കേജ് രൂപീകരിക്കണമെന്നും ഇതിന് ജില്ലാ ഭരണകൂടം അടിയന്തര പ്രാധാന്യം നൽകി യോഗം വിളിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെന്നി പുത്തൻപറമ്പിൽ ജില്ലാ ഭരണകൂടത്തിന് കത്ത് നൽകി. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadsheri-Kara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect Lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. ഹരിവരാസനം അവാർഡ് SP ബാലസുബ്രഹ്മണ്യത്തിന് അവാർഡ് ദാനം മന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹരിവരാസനം അവാർഡ് പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന് രാവിലെ 8-ന് ശബരിമല സന്നിധാനത്ത് നടന്ന ചടങ്ങിൽ ദേവസ്വം മന്ത്രി VS ശിവകുമാർ അവാർഡ് SPBക്ക് നൽകി ആദരിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവും അടങ്ങുന്നതാണ് അവാർഡ്. രാജു ഇബ്രഹാം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം സെക്രട്ടറി KR ജ്യോതിലാൽ പ്രശസ്തി പത്രം വായിച്ചു. ആന്റോ ആന്റണി MP സന്നിഹിതനായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP ഗോവിന്ദൻ നായർ, ദേവസ്വം ബോർഡ് അംഗങ്ങളായ സുഭാഷ് വാസു, PK കുമാരൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ CP രാമരാജ പ്രേമപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരത്തിന് അർഹത നേടിയതിൽ മലയാളത്തിന്റെ പ്രിയങ്കരനായ തമിഴകത്തിന്റെ സ്വന്തം SPB മറുപടി പ്രസംഗത്തിൽ നന്ദി അറിയിച്ചു. സ്റ്റൈഫൻ വർധനവ് ആവശ്യപ്പെട്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൌസ് സർജൻമാർ പണിമുടക്കുന്നത് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നതായും സമരം പ്രൊഫഷണൽ എത്തിക്സിന് വിരുദ്ധമാണെന്നും മന്ത്രി VS ശിവകുമാർ വ്യക്തമാക്കി. ഹൌസ് സർജൻമാരുടെ സമരം രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നതായി മന്ത്രി VS ശിവകുമാർ വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കേണ്ടവരാണ് ഡോക്ടർമാർ. ഈ സമരം പ്രൊഫഷണൽ എത്തിക്സിന് വിരുദ്ധമാണെന്നും VS ശിവകുമാർ പറഞ്ഞു. ശബരിമലയിൽ ഹരിവരാസനം പുരസ്കാരം SP ബാലസുബ്രഹ്മണ്യത്തിന് നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും സമരത്തിൽ നിന്ന് അടിയന്തരമായി പിന്മാറണമെന്നാണ് തനിക്ക് ഡോക്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. ഈ ഹൌസ് സർജന്മാരുടെ സമരം രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയാണ്. അവരെ ഏറ്റവും കൂടുതൽ
സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കേണ്ടവരാണ് ഡോക്ടർമാർ. ഈ സമരം അവരുടെ പ്രൊഫഷണൽ എത്തിക്സിന് വിരുദ്ധമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇക്കാര്യത്തെ കർശനമായി നേരിടും. സമരത്തിൽ നിന്നും അടിയന്തരമായി പിന്മാറണം എന്നാണ് എനിക്ക് ഡോക്ടർമാരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. സ്റ്റൈപ്പൻഡ് വർധനവ് ആവശ്യപ്പെട്ട സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൌസ് സർജൻമാരാണ് പണിമുടക്കിൽ ഏർപ്പെട്ടിട്ടുള്ളത്. രാവിലെ 8 മുതൽ 24 മണിക്കൂർ നേരമാണ് പണിമുടക്ക്. 3 വർഷമായി സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് സമരക്കാർ പറയുന്നു. സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ജൂൺ 25 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്ത് സമരം നടത്തുന്നത് ശരിയല്ലെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ വ്യക്തമാക്കി. ഡോക്ടർമാരുമായി ചർച്ച നടത്തുവാൻ താൻ തയ്യാറാണെന്നും മന്ത്രി അറിയിച്ചു. ജില്ലയിലെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സംയോജിത മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചു. മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. ജില്ലയിൽ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംയോജിത മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. അലോപ്പതി, ആയുർവേദ, ഹോമിയോ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചാണ് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. ക്യാമ്പിനാവശ്യമായ സജ്ജീകരണങ്ങൾ DMOമാർ വിലയിരുത്തി. ശുചിത്വ മിഷൻ, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ സഹകരണത്തോടെ ബ്ലോക്ക് തലത്തിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. ചികിത്സാ സൌകര്യം കുറഞ്ഞ ഉൾനാടുകളിൽ ക്യാമ്പ് നടത്തുവാനാണ് യോഗ തീരുമാനം. ജൂൺ 21, 28, ജൂലൈ 5 എന്നീ തീയതികളിൽ മഴക്കാല രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒബ്സർവേഷൻ ഡ്രൈ ഡേ ആചരിക്കുന്നു. ജൂൺ 22 എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേരും. 24 എല്ലാ വാർഡുകളിലും വാർഡ് അംഗത്തിന്റെ അധ്യക്ഷതയിൽ ആരോഗ്യ ശുചീകരണ കമ്മിറ്റി യോഗം ചേരുന്നതാണ്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹോട്ടലുകൾ, ലാബുകൾ, സ്കാനിംഗ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിവരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ വാസകേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. വൃത്തിഹീനമായ അന്തരീക്ഷം കണ്ടാൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ അധികൃതർക്ക് DMOയുടെ നിർദ്ദേശവുമുണ്ട്. ഇട്ടിപ്പാറ ടൗണിൽ പോക്കറ്റടി വ്യാപകമാകുന്നു. അന്യസംസ്ഥാനത്തു നിന്നുള്ള സ്ത്രീകളാണ് മോഷ്ടാക്കൾ. റാന്നി ഇട്ടിയപ്പാറയിൽ മോഷണ ശ്രമത്തിനിടെ സ്ത്രീയെ റാന്നി പോലീസ് പിടികൂടി. തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയാണ് പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത്. റാന്നി ചെറുകുളഞ്ഞി ഓതറ പുതുവേലിൽ മോളി ജെയിംസിന്റെ പണം മോഷ്ടിക്കുന്നതിനിടയിലാണ് ഇവർ പോലീസിന്റെ പിടിയിലായത്. ഇട്ടിയപ്പാറയിൽ നിന്നും ചെറുകുളഞ്ഞിയിലേക്ക് പോകുവാൻ ബസ്സിൽ കയറിയ മോളി ജെയിംസിനൊപ്പം പ്രതിയും ബസ്സിനുള്ളിൽ കയറുകയും പണം മോഷ്ടിച്ച ശേഷം ബസ്സിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്തു. പണം നഷ്ടപ്പെട്ട വിവരം മോളി ജെയിംസ് പോലീസിൽ അറിയിക്കുകയും ഇട്ടിയപ്പാറയിൽ നിന്നും പോലീസ് ഇവരെ പിടികൂടുകയുമായിരുന്നു. സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ: തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയിൽ നിന്നും പണം കണ്ടെത്തുകയായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ റാന്നി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി മേനാന്തോട്ടം മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ റാന്നി ന്യൂ ബൈപ്പാസിൽ ഫെഡറൽ ബാങ്കിന് സമീപം ആരംഭിക്കുന്ന ട്രിനിറ്റി ഹെൽത്ത് കെയർ 21 തീയതി 2:30 ക്നാനായ സഭ റാന്നി മേഖലാധിപൻ അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. റാന്നിയിലെ വിശ്വകർമ്മജരായ മരപ്പണിക്കാരെ ഒരു കുടക്കീഴിൽ അണിചേർക്കുന്നതിനും തൊഴിലില്ലായ്മ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, തൊഴിൽ ചൂഷണം, സാമ്പത്തിക പിന്നോക്കാവസ്ഥ തുടങ്ങിയവയെപ്പറ്റി ബോധവൽക്കരിക്കുന്നതിനുമായി 21 തീയതി രാവിലെ 10 മണിക്ക് ഓൾ കേരള വിശ്വകർമ്മ സഭ കാർപ്പന്റേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ റാന്നി പെരുമ്പുഴ NSS ഓഡിറ്റോറിയത്തിൽ യോഗം ചേരും. ഇടവേള. Trine Habitat 2 and 3 bedroom flats at Kottayam Kalathipadi with ultra modern amenities. Bank loan available from all leading banks. Hurry and avail a special handing over offer. A Maruti Alto 800 only for the first 10 purchases. Call 9349383837. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9477765036. വാർത്തകൾ തുടരുന്നു. റാന്നി ഇട്ടിപ്പാറയിലെ BRCയുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു. ഇതുമൂലം ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുന്നു.
റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ പ്രധാന പ്രോജക്ടുകളിൽ ഒന്നായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള ട്രെയിനിംഗ്, ചികിത്സ, സ്കോളർഷിപ്പ് എന്നിവയാണ് BRCയുടെ ഈ മരവിപ്പിൽ കുരുങ്ങിക്കിടക്കുന്നത്. റാന്നിയിലെ 6 പഞ്ചായത്തുകളിലായി 600ഓളം കുട്ടികളാണ് ഈ സേവനം അനുഭവിച്ചുകൊണ്ടിരുന്നത്. PJ കുര്യൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടും ബ്ലോക്ക് ഫണ്ടും ഉപയോഗിച്ച് സർവശിക്ഷ അഭിയാൻ നേതൃത്വത്തിൽ ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും നടത്തിവന്നിരുന്നു. SSAയുടെ റിസോഴ്സ് ടീച്ചർ ട്രെയിനിങ്ങിനായി ഉണ്ടായിരുന്നതുമാണ്. ഇപ്പോൾ ഇതും ലഭ്യമല്ല. ഈ വക സഹായങ്ങൾ നടത്തുന്നതിലേക്ക് ബ്ലോക്കിന്റെ കൈവല്യം പ്രോജക്റ്റും ഉണ്ടായിരുന്നത് ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. ഇത്തരത്തിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മുഴുവൻ സമയവും കുട്ടികളുടെ കൂടെ ചിലവഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നപ്പോൾ ഈ കുട്ടികളുടെ പേരിൽ ബ്ലോക്ക് നൽകിവന്നിരുന്ന തുച്ഛമായ സ്കോളർഷിപ്പും ഇന്ന് ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെയുള്ള കുട്ടികളുടെ ഈ ട്രെയിനിങ്ങും ചികിത്സയും വഴിമുട്ടി നിൽക്കുന്നതിൽ രക്ഷകർത്താക്കളുടെ വിദ്വേഷവും ഇവിടെ ദൃശ്യമാണ്. പിള്ളേർക്ക് അന്നേരം നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. ഇപ്പൊ 5-6 മാസം കൊണ്ട് ഇപ്പൊ ഫിസിയോതെറാപ്പി നടക്കുന്നില്ല. അതിലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം. അതുമല്ല, ഏതൊരു ഓഫീസിൽ പോയാലും ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ എന്നൊരു നിന്നയ എല്ലാവരും ഈ പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ മെമ്പർ ആയാലും MLA ആയാലും. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് ഈ താഴെ കിടക്കുന്ന ഞങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ആളുകളുടെ എല്ലാവരും ഞങ്ങളുടെ ഇത് മുഖ്യധാരയിലൊന്നും എടുക്കണം ഇങ്ങനെയുള്ള പിള്ളേരുടെ കാര്യം. ഇപ്പൊ ഈ വികലാംഗരുടെ സെൻസസ് ഉണ്ടല്ലോ, അതിനുശേഷം കാർഡ് കൊടുക്കുകയും ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പരിഗണനയ്ക്കുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അല്ല, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇങ്ങനെയുള്ള വീടുകളിലൊന്ന് ചെല്ലട്ടെ, ചെന്ന് ഇവരുടെ അവസ്ഥ നേരിലൊന്ന് കാണട്ടെ. ഈ സമൂഹത്തിന്റെ അവശത അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, നമ്മുടെ ഇടയിൽ വൈകല്യം അനുഭവിക്കുന്നവർ, അവരുടെ പ്രത്യേകത നാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആ കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകണം എന്ന് ഈ തരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ BRCയുടെ പ്രവർത്തനം മുൻപോട്ട് പോയ നിരവധി കുട്ടികളാണ് നമ്മുടെ താലൂക്കിലുണ്ട്. എനിക്കറിയാം, വ്യക്തിപരമായിട്ടറിയാം. വീടുകളിലുള്ളവരുടെ ഫിസിയോതെറാപ്പി ചെയ്താൽ അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എനിക്കറിയാം. അതോടൊപ്പം തന്നെ അങ്ങനെ മാറ്റം ഉണ്ടാകുന്നവർക്ക് നമ്മളൊരു കൈത്താങ്ങാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഏത് തരത്തിലെങ്കിലും ഈ ഫിസിയോതെറാപ്പി സെന്ററിന് പൈസ അനുവദിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഓട്ടിസം സെന്റർ 5 വർഷം കൊണ്ട് ഉണ്ടായതാണ്. ഓട്ടിസം സെന്റർ ബ്ലോക്ക് പഞ്ചായത്തിൽ അനുവദിച്ചു. അതുപോലെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഇന്ന് റാന്നി നോക്കിയാൽ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം തന്നെ സ്കൂളുണ്ട്. ഇനിയുമാണെങ്കിൽ ഈ വർഷത്തെ പ്രോജക്റ്റ് ഉണ്ട്. ഇനിയുമായാലും സനീഷിനോട് ഞാൻ പറയുന്നു, ആർക്കൊക്കെയാണ് വേണ്ടെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഞങ്ങൾ ഈ വർഷം ഇറങ്ങിയാലും ഞങ്ങളുടെ പ്രോജക്റ്റ് ഉള്ളത് കൊണ്ട് അത്തരത്തിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൂടെ ചെയ്തു കൊടുക്കാൻ പറ്റും. പലവിധമായ പോരായ്മകളും പ്രശ്നങ്ങളും എല്ലാം ഉള്ളവരാണ് പലരും. എന്നാൽ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ പോരായ്മകളും പരാധീനതകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ പ്രയാസങ്ങളും എല്ലാം ഒരു പോസിറ്റീവ് ചിന്താഗതിയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വൈകല്യങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഒരു ഭാരമല്ല. നമ്മൾ പലപ്പോഴും ഞങ്ങളിങ്ങനെ നിങ്ങളെപ്പോലെയുള്ള പല ആൾക്കാരെ ഞങ്ങൾ കാണുമ്പോൾ പലരും ചിരിച്ച മുഖത്തോടെ ഞങ്ങളോട് സംസാരിക്കുന്നു, ഈ വൈകല്യമൊന്നും ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല. പ്രതിഷേധം അറിയിക്കുന്നതിനോടൊപ്പം ട്രെയിനിംഗ് പുനഃസ്ഥാപിക്കുവാനും BRCയുടെ ഈ മരവിപ്പ് മാറ്റാനും ബ്ലോക്കിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര സഹായം ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയും ഇവർക്കുണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിൽ നടപടി കൈക്കൊള്ളണമെന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും അതിനുള്ള നീക്കം ഉടനടി ഉണ്ടാകുമെന്നും ബ്ലോക്ക് ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. കേരളത്തില് പ്രത്യേക പരിഗണന അർഹിക്കുന്ന ശാരീരിക വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടും അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ചികിത്സാ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വലിയ ആശങ്കയും ഒരു തടസ്സവും കാണപ്പെടുന്നുണ്ട്. റാന്നിയിൽ അത് വളരെ പ്രകടമായി അനുഭവപ്പെടുന്നു. ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് SSA വഴി ഉണ്ടായിരുന്ന റിസോഴ്സ് ടീച്ചേഴ്സിന്റെ എണ്ണം വളരെയധികം കുറച്ചിരിക്കുന്നു. അവർ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരായി ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അവരുടെ സേവനം അവർ പ്രത്യേകമായി പരിശീലനം സിദ്ധിച്ചവരാണ്. അവരുടെ സേവനം ലഭ്യമല്ല, അത് വെട്ടിക്കുറച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വിഭാഗം കുട്ടികൾക്ക് ഈ 2 ചികിത്സ നിഷേധിച്ചതിലൂടെ അവരുടെ വളർച്ച, മാനസിക വളർച്ച, ശാരീരിക വളർച്ച പാടെ അത് മുരടിച്ചിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ചെയ്തേ മതിയാവുകയുള്ളൂ. ഈ കുട്ടികളുടെ വളർച്ചയും വിദ്യാഭ്യാസവും
മുരടിച്ചിരിക്കുന്ന ദയനീയമായ ഒരു സ്ഥിതി ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. ഇത് കണ്ടുകൊണ്ട് സമൂഹത്തിന് എങ്ങനെയാണ് ചലിക്കുവാൻ കഴിയുക? ഇതിനെതിരെ ഒരുമിച്ച് നിന്നുകൊണ്ട് ജനപ്രതിനിധികളും പൊതുസമൂഹവും രക്ഷിതാക്കളുടെ സമൂഹവും അധ്യാപക സമൂഹവും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. ഇതിന് ഒരു മാറ്റമുണ്ടാകാൻ പ്രത്യേകിച്ച് സിറ്റി TV ചാനൽ മുൻകൈ എടുത്തുകൊണ്ട് ആരംഭിക്കുന്ന വളരെ പ്രതിപ്രവർത്തന പരിപാടിക്ക് എല്ലാവിധമായ പിന്തുണ ഞങ്ങൾ ഒന്നാകെ അറിയിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന് ഇതിൽ വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ജില്ലാ ഭരണകൂടത്തിന് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. സൊസൈറ്റി ഫോർ ദ ഡിസേബിൾഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പഠനോപകരണ വിതരണവും പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിച്ച സ്പെഷ്യൽ അയൽക്കൂട്ടവും റാന്നി പഴവങ്ങാടി CMS UP സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മറിയാമ്മ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. റാന്നി BRCയിലെ ഫിസിയോതെറാപ്പിയുടെ പ്രവർത്തനം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും മാതാപിതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. സൊസൈറ്റി ഫോർ ദി ഡിസേബിൾസിന്റെ നേതൃത്വത്തിലും ബിലീവേഴ്സ് ചർച്ച് റാന്നി നിരണം ഫെഡറേഷനും ഔഗേന്മാർ ദിവനാസ്യൂസ് ട്രസ്റ്റ്, അലൻ ഹാർബർ, ഐഒപ്റ്റിക്കൽസ്, റാന്നി ജനറൽ ഫിനാൻസ് എന്നിവയുടെ സഹകരണത്തോടെയും സംഘടിപ്പിച്ച പഠനോപകരണ വിതരണത്തിന്റെയും പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിച്ച സ്പെഷ്യൽ അയൽക്കൂട്ടത്തിന്റെയും ഉദ്ഘാടനം റാന്നി പഴവങ്ങാടി CMS UP സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മറിയാമ്മ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വികലാംഗരായ ആൾക്കാരെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ മറ്റുള്ളവരെക്കാട്ടിൽ ഒരുപാട് കഴിവുകളുള്ളവരാണ് അവർ. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ഒരുപാട് കഴിവുകൾ ഉള്ള വ്യക്തികളാണ്. അപ്പോൾ അവരെ നമുക്കറിയാം, ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് സമൂഹത്തിൽ ഒരു കാര്യവും ചെയ്യാനായിട്ട് ഒക്കത്തില്ല. അങ്ങനെയുള്ളതായ ഈ അവസരത്തിൽ സംഘടനാപരമായ പ്രവർത്തനത്തിൽ കൂടെ അവർക്ക് പ്രയോജനപ്രദമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ഈ സംഘടനയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. സൊസൈറ്റി ഫോർ ദി ഡിസേബിൾസ് ജില്ലാ സെക്രട്ടറി സതീഷ് അധ്യക്ഷനായിരുന്നു. പത്തനംതിട്ട പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായി തിരഞ്ഞെടുത്ത പ്രശാന്തി സ്വയം സഹായ സംഘം റാന്നി ബ്ലോക്ക് പ്രസിഡന്റ് ചെല്ലമ്മ ഗോപാലിനെ ചടങ്ങിൽ അനുമോദിച്ചു. റാന്നി BRCയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നുവന്നു. റാന്നി BRCയിലെ ഫിസിയോതെറാപ്പിയുടെ പ്രവർത്തനം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും ഇതിന് ബന്ധപ്പെട്ടവർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും മാതാപിതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പിള്ളേർക്ക് അന്നേരം നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. ഇപ്പൊ 5-6 മാസം കൊണ്ട് ഇപ്പൊ ഫിസിയോതെറാപ്പി നടക്കുന്നില്ല. അതിലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം. അതുമല്ല, ഏതൊരു ഓഫീസിൽ പോയാലും ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ എന്നൊരു നിന്നയ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജെസ്സി അലക്സ്, ഷൈനി രാജീവ്, കേരള കോൺഗ്രസ് റാന്നി നിയോജകമണ്ഡലം ചെയർമാൻ ആലിച്ചൻ ആറന്നിൽ, സംഘടനാ രക്ഷാധികാരി വർഗീസ് മത്തായി നാക്കോലക്കൽ, ഫാദർ അഗസ്റ്റിൻ ഓലിക്കൽ, ഫാദർ സിജു മാത്യു, ഫാദർ ഷാമുവൽ മാത്യു, ഫാദർ സാജു തോമസ്, ജാൻസി പീറ്റർ, ജില്ലാ ട്രഷറർ MP രഘുനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ സമൂഹത്തിന്റെ അവശത അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, നമ്മുടെ ഇടയിൽ വൈകല്യം അനുഭവിക്കുന്നവർ, അവരുടെ പ്രത്യേകത നാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആ കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകണം എന്ന് ഈ തരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ BRCയുടെ പ്രവർത്തനം മുൻപോട്ട് പോയ നിരവധി കുട്ടികളാണ് നമ്മുടെ താലൂക്കിലുണ്ട്. എനിക്കറിയാം, വ്യക്തിപരമായിട്ടറിയാം, വീടുകളിലുള്ളവരുടെ ഫിസിയോതെറാപ്പി ചെയ്താൽ അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എനിക്കറിയാം. അതോടൊപ്പം തന്നെ അങ്ങനെ മാറ്റം ഉണ്ടാകുന്നവർക്ക് നമ്മളൊരു കൈത്താങ്ങാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് നല്ല പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഡിസേബിൾഡ് സൊസൈറ്റിക്ക് കഴിയട്ടെ എന്ന് റാന്നി റാന്നിയങ്ങാടി ചെട്ടിമുക്ക് റോഡിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച് അപകട മുന്നറിയിപ്പ് നൽകിയ ഭാഗത്തുകൂടി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. ഇതുമൂലം ഗതാഗതക്കുരുക്കും ഇവിടെ രൂക്ഷമാവുകയാണ്. റാന്നി അങ്ങാടി ചെട്ടിമുക്ക് റോഡിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച് അപകട മുന്നറിയിപ്പ് നൽകിയ ഭാഗത്തുകൂടി വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. പുതിയ ബൈപ്പാസിന് സമീപമായാണ് അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നുപോകാവുന്ന വീതി മാത്രമാണ് ഇപ്പോൾ റോഡിനുള്ളത്. വലിയ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നുപോകുമ്പോൾ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നു. ഇത് ഗതാഗതക്കുരുക്കും രൂക്ഷമാക്കുന്നു. റാന്നി ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ പുതിയ ബൈപ്പാസ് വഴിയാണ് പോലീസ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. എന്നാൽ ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകാൻ തടസ്സം നേരിട്ടതോടെ ഗതാഗതക്കുരുക്കും വർദ്ധിക്കുകയാണ്. വാഹനത്തിരക്ക് വർദ്ധിക്കുന്ന സമയങ്ങളിൽ ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഏറെ നേരം റോഡിൽ കാത്തുകിടക്കേണ്ട അവസ്ഥയാണിപ്പോൾ. വാട്ടർ അതോറിറ്റി എത്രയും വേഗം പൈപ്പ് ലൈൻ ജോലികൾ പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്നതാണ്
ഇതിന് ശാശ്വത പരിഹാരം. സിറ്റി ന്യൂസ്, റാന്നി. കഴിഞ്ഞ അധ്യയന വർഷം ഉന്നത വിജയം കരസ്ഥമാക്കിയ വൈക്കം സെന്റ് മേരീസ് കുരിശുപള്ളിയിലെ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ജൂൺ 21 തീയതി നടക്കും. രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ച പ്രശസ്ത കൌൺസിലർ ലീലാമ്മ ടീച്ചർ മാവേലിക്കര മുഖ്യപ്രഭാഷണം നടത്തും. ഇടവേള. സ്വസ്ഥവും ശാന്തവും പരിസ്ഥിതി സൗഹാർദ്ദവുമായ അന്തരീക്ഷത്തിൽ ഇടക്കുളം SNDP ജംഗ്ഷനിൽ നിന്നും 700 മീറ്റർ ദൂരത്തിലും വടശ്ശേരിക്കര ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി പണിതീർത്ത 1100 സ്ക്വയർ ഫീറ്റ് വീട് വിൽപ്പനയ്ക്ക്. 2 ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ, അടുക്കള, വർക്ക് ഏരിയ, ഹാൾ, സിറ്റ് ഔട്ട് എന്നീ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച പുതുമയാർന്ന ഈ വീട് സ്വന്തമാക്കുവാൻ വിളിക്കുക 9947050755 9544100755. വാർത്തകൾ തുടരുന്നു. റാന്നി താലൂക്ക് ആശുപത്രി വികസന സമിതി യോഗം പ്രഹസനമായി. താലൂക്ക് ആശുപത്രിയിലെ മലിനജലം ഒഴുകുന്നത് സംബന്ധിച്ച് നാട്ടുകാർ ഉയർത്തിയ പരാതിയിൽ അടിയന്തര തീരുമാനം കൈക്കൊള്ളുവാനാണ് യോഗം ചേർന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേരേണ്ടിയിരുന്ന റാന്നി താലൂക്ക് ആശുപത്രി വികസന സമിതി യോഗമാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. താലൂക്ക് ആശുപത്രി വികസന സമിതിയിൽ ജനപ്രതിനിധികളാരും എത്താത്തതിനെ തുടർന്നാണ് യോഗം പിരിച്ചുവിടേണ്ടി വന്നത്. റാന്നി താലൂക്ക് ആശുപത്രിയിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി മാലിന്യം റോഡിലൂടെ ഒഴുകുന്നതിനെ തുടർന്ന് പ്രദേശത്ത് ദുർഗന്ധം രൂക്ഷമാവുകയും രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ ഇതിന് പരിഹാരം കാണുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിരുന്നു താലൂക്ക് ആശുപത്രി വികസന സമിതി യോഗം വിളിച്ചത്. എന്നാൽ നിശ്ചയിച്ച സമയത്ത് ജനപ്രതിനിധികൾ എത്താത്തതിനാൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു. 20 വർഷമായി റാന്നി താലൂക്ക് ആശുപത്രി വികസന സമിതി യോഗം നടക്കുന്നുണ്ടെന്നും എന്നാൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവമെന്നും വികസന സമിതി അംഗങ്ങൾ പറഞ്ഞു. ഒരു കാര്യമില്ലാതെ എഴുതിത്തുള്ളത് പോലാണ് ചെയ്യുന്നത്. അപ്പം അതിന് കൃത്യമായ മറുപടി ഡോക്ടർ പറയണം, മിനിറ്റ്സിൽ ഇത് രേഖപ്പെടുത്തണം. ഇതിനകത്ത് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. കാരണം ജനങ്ങൾ, ഇവിടുത്തെ ആൾക്കാരെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മലിനീകരണത്തിന് പ്രശ്നം, അതുപോലെ നിരന്തരമായിട്ട് പത്രവാർത്തകൾ, HMC അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പോലും അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ടും ഇവിടെ HMC വിളിച്ചിട്ട് ഇവിടെ ബന്ധപ്പെട്ട ഇതിന് അധ്യക്ഷത വഹിക്കേണ്ട ആൾക്കാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, MLA ഇല്ലാത്തത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ദുഃഖമുള്ള കാര്യമാണ്. അതിന് ഡോക്ടർ മറുപടി പറയണം. അവർ പറഞ്ഞിട്ടാണ് വിളിച്ചത്, അത് അവരെ അറിയിക്കാഞ്ഞിട്ടാണ് വരാൻ. നമ്മൾ ബ്ലോക്ക് പ്രസിഡന്റിനെ വിളിക്കും. ബ്ലോക്ക് പ്രസിഡന്റ് MLA ആയിട്ട് ആലോചിച്ചിട്ട് ഡേറ്റ് തരുന്നതനുസരിച്ച് നമ്മൾ വിളിക്കുന്നത്. അവർ പറയുന്ന ഡേറ്റും സമയമാണ് നമ്മൾ അറിയിക്കുന്നത്. ഇപ്പോൾ ലെറ്റർ അയക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പേപ്പറും കൊടുത്ത് എല്ലാവരും വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ്. വളരെ അടിയന്തരമായിട്ട് വിളിച്ചു കൂട്ടിയ HMC യോഗമാണ് ഇന്ന്. അടിയന്തര പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴക്കാലത്ത് പടർന്നു പിടിക്കാവുന്ന രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശുചീകരണം എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ തലങ്ങളിലും നടത്തണമെന്ന് സർക്കാരിൻ്റെ വളരെയധികം കർശനമായ നിർദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ച് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത്. റാന്നിയിലെ ഈ താലൂക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ അടിയന്തരമായിട്ട് കൂടാൻ കാരണം ഇവിടുത്തെ ശൗചാലയങ്ങളിൽ നിന്ന് പോകുന്ന വെള്ളം ടാങ്ക് പൊട്ടി വെളിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണിപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രദേശം മുഴുവൻ മാലിന്യമായിട്ട് കിടക്കുകയാണ്. ഏത് രോഗവും ഏത് അവസ്ഥയിലും പിടിപെടാവുന്ന സ്ഥിതിയിൽ എത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അതങ്ങ് ചർച്ച ചെയ്ത് അതിന് മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി, തീരുമാനമെടുക്കുന്നതിന് വേണ്ടി വളരെ അടിയന്തരമായിട്ട് ഫോണിൽ വിളിച്ചാണ് ഈ കമ്മിറ്റി കൂടി. അംഗങ്ങൾ കൂടിയിട്ട് ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഈ യോഗം ചുമതലക്കാരില്ലാത്തതിൻ്റെ പേരിൽ പിരിയുന്നത്. ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് ഈ പനികളുമൊക്കെ കൂടി വരുന്ന ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ മലിനജലം ഒഴിവ് വരുന്നതെന്ന് പറഞ്ഞാൽ പത്രവാർത്തയും മറ്റേ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ ഉത്തരവാദപ്പെട്ടവർ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ആരും പങ്കെടുക്കാതിരിക്കുന്നത് തികച്ചും ഒരു മോശമായ നടപടിയാണ്. അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. റാന്നി താലൂക്ക് ആശുപത്രിയിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി മാലിന്യങ്ങൾ റോഡിലൂടെ ഒഴുകുകയും പ്രദേശത്ത് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതും സംബന്ധിച്ച സിറ്റി ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. താലൂക്ക് ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയോട് ചേർന്നാണ് സെപ്റ്റിക് ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത്. താലൂക്ക് ആശുപത്രി വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കാഞ്ഞത് വികസന സമിതി അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടയാക്കി. റാന്നി താലൂക്ക് ആശുപത്രി വികസന സമിതി അംഗങ്ങളായ DCC വൈസ് പ്രസിഡന്റ് റിങ്കു ചെറിയാൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ തോമസ് അലക്സ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസ്സി അലക്സ്, ഗ്രാമപഞ്ചായത്ത് അംഗം VK സുമ, സജി ഇഴുക്കള, KR ഗോപാലകൃഷ്ണൻ നായർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാജു തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സ്ഥലമല്ല ഒന്നാമത്, ആശുപത്രിയുടെ സ്ഥലമല്ല. നമ്മളെ വേറെ വല്ലോടെ സ്ഥലത്ത് നമ്മളെ ഇല്ല, നമ്മുടെ സ്ഥലമാണെന്നാല് ഇവിടെ ആശുപത്രിയുടെ സ്ഥലം, ഇവിടെ സ്ഥലം ഉണ്ടായിരുന്ന ഞാൻ ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഒഴിയാൻ പറ്റുമോ? സിറ്റി ന്യൂസ്, റാന്നി. കുവൈറ്റ് സിറ്റി മർത്തോമ സൺഡേ സ്കൂൾ സംഘം 2015 നടത്തിയ BBSലെ ഒരു വ്യത്യസ്ത ദൃശ്യം.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് ML ജോസഫ് ഫ്രാൻസിസ് ജൂലൈ 2, 3, 4, 6, 7, 8 തീയതികളിൽ തിരുവനന്തപുരം ഓംബുഡ്സ്മാൻ കാര്യാലയത്തിൽ സിറ്റിംഗ് നടത്തും. 6-ന് പത്തനംതിട്ട ജില്ലയിലെ കേസുകൾ പരിഗണിക്കും. പൊതുജനങ്ങൾക്ക് നേരിട്ടും പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. നിര്യാതനായി റാന്നി പഴവങ്ങാടി മേലേക്കൂറ്റ വടക്കേതിൽ പരേതനായ കുട്ടൻ നായരുടെ മകൻ ബാലകൃഷ്ണൻ KK ബാലൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ജൂൺ 21 ഞായറാഴ്ച 11:30 വീട്ടുവളപ്പിൽ നടക്കും. ഭാര്യ ഉഷ ബാലകൃഷ്ണൻ പഴവങ്ങാടി പഞ്ചായത്ത് മുൻ അംഗമാണ്. നിഷ ശ്രീകുമാർ, നിത്യ ബി എന്നിവർ മക്കളും ശ്രീകുമാർ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസിന് പകരം ഹെലികോപ്റ്റർ ഉപയോഗിക്കുവാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ബാർക്കോഴ കേസ് അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഹരിവരാസനം അവാർഡ് SP ബാലസുബ്രഹ്മണ്യത്തിന് അവാർഡ് ദാനം മന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. റാന്നി ഇട്ടിപ്പാറയിലെ BRCയുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു. ഇതുമൂലം ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളുടെ പഠനം അവതാളത്തിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.